അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കാസ്ട്രോ വേഴ്സസ് തൊപ്പി ഇൻസിഡൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തൊപ്പിയും കാസ്ട്രോ അല്ല ക്ലാഷ് ഉണ്ടായിട്ടുള്ളത്. തൊപ്പിയുടെ കൂടെ ഉള്ള അച്ച എന്ന് പറഞ്ഞ ആളും കാസ്ട്രോയുടെ കൂടെ ഉള്ള ഡോക്കി എന്ന് പറഞ്ഞ ആളുമാണ്. അവർ തമ്മിലുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിലാണ്, തൊപ്പിയുടെ IRL ലൈവ് സ്ട്രീമിലാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് BGMAയുടെ ഈവൻറ്റ് കൊച്ചിയിലോ മറ്റോ നടക്കുന്നുണ്ട്, ഇപ്പോൾ ഓൾ ഇന്ത്യ ഈവൻ്റ് ആവുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചി പോയിരിക്കുകയാണ്. അതിലൊരു ഗസ്റ്റായിട്ടാണ് പോയത് തോന്നുന്നു. അപ്പോൾ VIP പാസിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഒരു വഴക്ക് നടക്കുന്നത്. അതായത് ഇവരെ എൻ്റർ ചെയ്യാൻ അവിടുത്തെ സെക്യൂരിറ്റികൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഇവരുടെ കയ്യിൽ VIP പാസ് ഇല്ല. ഇവിടെ വെച്ച് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം VIP പാസ് ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് സെക്യൂരിറ്റി കാർ കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ടേക്ക് വിടുക? ഓക്കെ, അതൊക്കെ എടുത്തിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ ആ ഒരു ലൈവ് തന്നെ ആൾക്കാർ തൊപ്പിയുടെ അടുത്ത് പറയണ്ടായിരുന്നു, ചാറ്റ് നോക്ക് കാസ്ട്രോ ബാക്കിലുണ്ട്. അപ്പോൾ കാസ്ട്രോയുടെ കയ്യിൽ നോക്കുമ്പോൾ ടാഗൊക്കെ പുള്ളി കാര്യം വൃത്തിയായിട്ട് കയ്യിലിട്ടിട്ട് VIP പാസ്വേഡ് കൂടിയിട്ടാണ് പുള്ളി വന്നത്. അല്ലാണ്ട് ഒരു കച്ചറക്കോ ഷോ കാണിക്കാനൊന്നും പുള്ളി നിന്നിട്ടില്ല. അതായത് പുള്ളി ലൈവ് സ്ട്രീമിൽ എന്താ പറയുക, ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തൊപ്പിയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സ്ട്രീമേഴ്സും റിയൽ ലൈഫിൽ ഉള്ളത് പോലെ ആയിരിക്കില്ല ലൈവ് ചെയ്യുമ്പോൾ. അത് അവർക്ക് അവരുടേതായ ഒരു ക്യാരക്ടർ എന്തായാലും അതിലുണ്ടാവും. അതനുസരിച്ചിട്ടാണ് പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ് ഉള്ള ഷോ സ്പീഡിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഗവൺമെൻറ് ആൾക്കാരെ, ലോകത്തുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് സെലിബ്രിറ്റീസിനെ വരെ ഇൻഫ്ലുവൻസ് ഉള്ള സ്പീഡ് പോലും ഒരു സ്ഥലത്തും അനാവശ്യമായിട്ട്, ഇപ്പം തന്നെ ഈസ്റ്റ് ഏഷ്യ ടൂർ മുഴുവൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി പുള്ളിയുടെ ഒരു പവറോ ഇൻഫ്ലുവൻസോ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഷോ കാണിക്കുന്ന കണ്ടിട്ടില്ല. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റഡ് ആക്കുക. അല്ലാണ്ട് ഇതുപോലുള്ള ഓരോ ഷോവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആസ് എ ഫോളോവർ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ട് തൊപ്പിയുടെ കണ്ടൻസ് ഒക്കെ വാച്ച് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഒരു 80% സ്ട്രീംസും കാര്യങ്ങളും ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ അടുത്ത കാലമായിട്ട് സത്യം പറയാലോ, ആസ് എ സ്ട്രീമർ ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. കാരണം വേറെ കുറേ കാര്യങ്ങൾ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഓരോ ബെറ്റിംഗ് ആപ്സിൻ്റെ പ്രൊമോഷൻ, അതൊക്കെ ചെയ്യാതിരിക്കാൻ പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നല്ലത് ചെയ്യാം. പേഴ്സണലി എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ തോന്നുന്നില്ല. അത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഫോളോവർ എന്നുള്ള ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതേപോലെ തന്നെ അതൊക്കെ വിട്, എന്നിട്ടും നമ്മൾ സ്ട്രീം ഇരുന്ന് കാണുന്നുണ്ട്. അതിൽ ഏതോ ഒരു പാർട്ട് പുള്ളിയുടെ നല്ലൊരു വശം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെ കാണുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫണ്ട് തരുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് തന്നെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഓരോ ഷോ, അത് തൊപ്പിയല്ല ഷോ കാണിക്കുന്നത്, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാരൊക്കെയാണ് വന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത്. ഏത് ഇവിടെ ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്പീഡ് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേരളത്തിലുള്ള ഇവരുടെ ഈ ഷോ കാണുമ്പോൾ നല്ല ബോറായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇവർക്ക് പാസ് കിട്ടി, ഉള്ളിലോട്ടേക്ക് ഈ പാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള മാനേജർ എന്ന് പറയുന്ന ആൾ മാക്കാവുന്നു. അവർ ഇതൊക്കെ ഒപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ. അല്ലാതെ അവിടെ നേരെ കയറിപ്പോയി ഇവരെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സെക്യൂരിറ്റിക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും അതിൻ്റെ റൂൾസ് ഉണ്ടായിരിക്കണ്ടേ? അല്ലെങ്കിൽ ആ BGMAൻ്റെ ഏതെങ്കിലും ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം, പാസ്സൊന്നും ഇല്ലാതെ നേരെ ഉള്ളിലോട്ടേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവം നടന്ന് പിന്നെ അടുത്ത ഉള്ളിലോട്ടേക്ക് കയറുമ്പോൾ അടുത്ത പള്ളി, അവിടെ നിന്നാണ് ഇവർ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കാസ്ട്രോയുടെ ഇലക്ട്രിക് വെഹിക്കിളായിട്ടുള്ള BMW i4 മറ്റേ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഇവൻ പോയിട്ട് അങ്ങോട്ടേക്ക്, തൊപ്പി പോയിട്ട് അങ്ങോട്ടേക്ക് ചോദിച്ച് എനിക്ക് ഓടിക്കാൻ തരുമോ, അങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഫണ്ണായിട്ട് ചെയ്തായിരിക്കും. പക്ഷേ ഈ അച്ചായ എന്ന് പറഞ്ഞ ആളത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കാൻ നോക്കുക. നീ എന്തിനാ ചോദിച്ചാൽ, നിനക്ക് വേറെ പണിയില്ലേ, അവൻ തരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത് 1.5 കോടിയോ 2 കോടിയോ മറ്റോ വിലയുള്ള വണ്ടി, അതും ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും ഇൻസ്റ്റൻറ്റ് പവറാണ്. സാധാരണ കാർ ഓടിച്ച് ശീലിച്ചവർക്ക് തന്നെ മര്യാദയ്ക്കുള്ള ഒരു ട്രെയിനിങ് ഇല്ലാണ്ട് ആ സാധനം ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ട്രീമിലുള്ളപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും കോപ്രായം കാണിച്ചിട്ട് അത് വെറുതെ ഒരു ഷോ പീസ് ആക്കാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. പുള്ളി വളരെ മാന്യമായിട്ടാണ് അത് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഈ അച്ചായനി കാണുന്ന ആൾക്കാരൊക്കെ എവിടുന്നാണ്, ഇവൻ്റെ പേരെന്താ, ഇവനേതാ സ്ഥലം, ഇവൻ്റെ പേരെടുന്ന എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുമാതിരി ഒരു ചൊറിയൻ സ്വഭാവം പോലെ ഉള്ളൊരു ചോദ്യം. അത് ആർക്കാണെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ വെറുതെ ഒരു ഇത് തോന്നില്ല. ഇവനാരാ, ഇവൻ്റെ പേരെന്താ? അപ്പോൾ തൊപ്പി ചോദിച്ചു ഇവൻ അറിയില്ലേന്ന്, ഡോക്കിന് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ചായൻ പറയണ്ടായിരുന്നു ഇവനെയൊന്നും എനിക്കറിയില്ല, ഇവനൊക്കെ ആരാ, ഇവനൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളിയും അതനുസരിച്ചിട്ട് പറഞ്ഞു
ഇവർ ഈ ഭാഗത്തുനിന്ന് ഒന്നാമത് ഇവരുടെ അടുത്തോട്ടേക്ക് പോയിട്ട് വള്ളി പിടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരെന്ന് അറിയില്ലേ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കും ഇയാളെന്നും അറിയില്ല. അപ്പോൾ ഇവർ പോയിട്ട് നേരെ പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ അപ്പച്ചനൊന്നും അല്ലല്ലോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എന്തോ ഒരു വർത്താനം പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, അല്ലാതെ വെറുതെ റോട്ടിൽ കൂടി വലിഞ്ഞു പോകുന്നതിനൊക്കെ പിടിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഓരോ അടി ഉണ്ടാക്കുന്ന കാണുമ്പോൾ പക്കാ ബോറാണ്. സത്യം പറയാലോ, പക്കാ ഷോവും ബോറുമാണ്. എന്തൊക്കെയോ ആയി ഞാനാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ശരിയായ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇവർ അടുത്ത് വരെ നിൽക്കാൻ പറ്റില്ല. അതാണ് അവരുടെ പവർ. അല്ല അവരൊന്നും വന്നിട്ട് ഈ റോട്ടിലിരുന്നിട്ട് ഈ റോട്ടിൽ പോകുന്ന കാര്യങ്ങളൊന്നും പിടിച്ചിട്ട് നടക്കാൻ നിൽക്കില്ല. അതിൽ തൊപ്പി തന്നെ ഓരോ ഭാഷ പറയുന്നുണ്ടായിരുന്നു, ഈ കേസൊക്കെ വിട്. എത്രത്തോളം ഷോ ആണെന്നൊന്നും അറിയില്ല. അതിനുശേഷം പിന്നെ ഫോൺ വിളിക്കുന്നത് ആളെ കൂട്ടാൻ, അടി കൂടാൻ, അടി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഷോ കാണിക്കാനൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറയാലോ, ആസ് എ സ്ട്രീമർ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു ഫോളോവേഴ്സിന് എന്തെങ്കിലും റെസ്പെക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷോ ഒക്കെ പക്കാ ബോറാണ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഒരു കച്ചറ കാണിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് തരാൻ തോന്നും. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു പാവം അവിടെ നിൽക്കുമ്പോൾ മറ്റേ ഈ കാസ്ട്രോയുടെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറ് തന്നെ ഇല്ല. ഞാൻ തൊപ്പിയുടെ വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ. കാരണം അതിൽ ഗെയിമിങ്ങിനെക്കാട്ടും കൂടുതൽ ഫൺ എന്നുള്ള എലമെന്റ് നിൽക്കുന്നത് കൊണ്ടാണ് കാണുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതുപോലെ അനാവശ്യമായിട്ട് വെറുതെ ഏതെങ്കിലും ഭാവത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി വെറുതെ കച്ചറ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ബോറാണ്. അത് ആസ് എ ഫോളോവർ പറയുന്നതാണ്. പുള്ളിക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ, അല്ലെങ്കിൽ മനസ്സിലാക്കണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട, നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ ബേസിക്കലി നടന്നത്. പുള്ളി ഇപ്പോൾ കാസ്ട്രോ ഒരു ഡോക്കിയും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ റെസ്പോൺസ് ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ഈ ഒരു സംഭവത്തിനെ കൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. തൊപ്പിയുടെ ലൈവ് സ്ട്രീം അതിന് ശേഷം വന്നിട്ടില്ല. ചിലപ്പോൾ ഇനിയുള്ള സ്ട്രീമിൽ എന്തെങ്കിലുമൊക്കെ അവർ പറയുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. വിൽ ഹാവ് എ ഡിസ്കഷൻ ഓവർ ഇറ്റ്. Until then, it's Review Ranger. Take care and bye-bye.